നോമ്പുകാലം രണ്ടാം ശനി. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ദോഷൈകദൃക്കുകൾ. ഓരോ സൃഷ്ടികർമ്മം കഴിയുമ്പോഴും നന്നായിരിക്കുന്നു എന്ന് ദൈവം കണ്ടു. അത് ദൈവ സ്വഭാവമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ സ്നാപക യോഹന്നാനെ ഇവനാണ് വരാനിരിക്കുന്ന ഏലിയ എന്നൊക്കെ യേശു ഏറ്റുപറയുമ്പോൾ ഒരാളെക്കുറിച്ച് പറയാവുന്നതിന്റെ പരമാവധി നന്മയാണ് പറഞ്ഞത്. എന്നാൽ യേശുവിന്റെ അനുഭവത്തിൽ അവന് ചുറ്റുമുള്ളവർ എല്ലാറ്റിലും തിന്മ മാത്രം ദർശിക്കുന്നവരാണ്. ഭക്ഷണത്തോട് വിരക്തി കാണിച്ചിരുന്ന സ്നാപക യോഹന്നാൻ അവർക്ക് പിശാചുബാധിതനായിരുന്നു. എന്നാൽ മനുഷ്യപുത്രൻ ഭക്ഷണം കഴിക്കുന്നവനായി വന്നപ്പോൾ അതും അവരുടെ വിമർശനത്തിന് കാരണമായി. എല്ലാറ്റിലും കുറവുകൾ ദർശിക്കുകയും തിന്മ ചിന്തിക്കുകയും കുറ്റപ്രചരണം നടത്തുകയും ചെയ്യുന്ന പ്രകൃതക്കാരെ മനഃശാസ്ത്രത്തിൽ ദോഷൈകദൃക്കുകൾ എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ദൈവശാസ്ത്രത്തിൽ തിന്മയുടെ ശക്തിയായ പൈശാചിക ബന്ധനത്തിന് അടിമപ്പെട്ടവരെന്നാണ് വിളിക്കുക. ദൈവം എല്ലാറ്റിലും നന്മ കാണുമ്പോൾ സാത്താൻ എല്ലാറ്റിലും ഏതിലും തിന്മ കാണുന്നു. നീ ഒരു ഗുണൈക ദൃക്കോ അതോ ദോഷൈക ദൃക്കോ എന്ന് ചിന്തിക്കുക. നീ ദൈവപക്ഷത്തോ സാത്താൻ പക്ഷത്തോ എന്നാണ് ചോദ്യത്തിന്റെ അർത്ഥം.